നമസ്കാരം. കേരള രാഷ്ട്രീയത്തിന്റെ ആകാശത്ത് വർഷങ്ങളായി രൂപപ്പെട്ട സംശയത്തിന്റെ ആരോപണങ്ങളുടെ വലകളിൽ ഒടുവിൽ പിണറായിയും മകളും കുടുങ്ങാൻ പോവുകയാണ്. അത് വെറും ആരോപണങ്ങളുടെ വലയല്ല. അധികാരവും ഉത്തരവാദിത്വവും മറന്ന് അധികാരത്തിൽ ഇരിക്കുന്ന നേതാവ് സ്വന്തം രക്തത്തിനു വേണ്ടി കണ്ണടച്ചു എന്ന ഗുരുതര ആരോപണത്തിന്റെ അഴിയ കുരുക്കാണ്. ഇപ്പോൾ മിന്നൽ തെളിയുന്നത് പോലെയാണ് പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. SFIO ശേഖരിച്ച രേഖകൾ ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചെന്ന വിവരം പുറത്തുവരുമ്പോൾ മാസപ്പടി വിവാദത്തിന് ചുറ്റും സംശയത്തിന്റെ വല കൂടുതൽ മുറുകുകയാണെന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ തെളിവ് തേടി ED SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി കോടതിയെ സമീപിച്ചു. എറണാകുളം PMLA കോടതിയാണ് ED സമീപിച്ചത്. 134 രേഖകൾ വേണമെന്നാണ് ഹർജി പറയുന്നത്. വീണയും CMRL തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRL 2017 ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനി ലോൺ വിശദാംശങ്ങൾ, വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾക്കാണ് ED അപേക്ഷ നൽകിയത്. സമൻസ് നൽകി വീണ തൈക്കണ്ടിയെയും CMLR MD ശശിധരൻ കർത്തിയെയും വിളിപ്പിക്കുന്നതിന് മുൻപ് തെളിവ് ശേഖരണം പൂർത്തിയാക്കും. ആദ്യം കേസ് അന്വേഷിച്ച കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന SFIOയിൽ നിന്നും മാസപ്പടി കേസിൽ തെളിവ് ശേഖരിക്കും. ചോദ്യം ചെയ്യാനോ അറസ്റ്റ് നടപടികൾക്കോ തടസ്സമില്ല എങ്കിലും തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം നീങ്ങാനാണ് EDയുടെ നിലവിലെ തീരുമാനം. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസിൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ചയുണ്ടാകാതിരിക്കാനാണ് ED ശ്രമിക്കുന്നതെന്നാണ് സൂചന. ഒരു കാലത്തെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ വിഷയമാണ് ഇന്ന് വിവിധ അന്വേഷണ ഏജൻസികളുടെയും കോടതികളുടെയും പരിഗണനയിലെത്തിയത്. ഇതാണ് പൊതുസമൂഹം ശ്രദ്ധിക്കുന്നത്. ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്ന അന്തിമ വിധി കോടതികളുടേതാണ്. പക്ഷേ അന്വേഷണം ഓരോ ഘട്ടവും പിന്നിടുമ്പോൾ ഉയരുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളിൽ നിന്ന് ഭരണകൂടത്തിന് ഒഴിഞ്ഞുമാറാനാകുമോ? മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണ വിജയനെ ചുറ്റിപ്പറ്റിയ വിവാദം ഒരിക്കലും ഒരു സ്വകാര്യ വ്യക്തിയുടെ വിഷയമായി മാത്രം നിലനിന്നിട്ടില്ല. അത് അധികാരത്തിന്റെ നൈതികതയുമായി ബന്ധപ്പെട്ട ചോദ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആരോപണങ്ങൾ ഉയർന്ന ഓരോ ഘട്ടത്തിലും സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിന്റെ കോട്ട കെട്ടാൻ ശ്രമിച്ചുവെന്ന വിമർശനം ശക്തമായിരുന്നു. അന്വേഷണ ഏജൻസികളുടെ നടപടികളെ രാഷ്ട്രീയ പ്രതികാരമെന്ന് വിശേഷിപ്പിച്ചും വിഷയത്തിന്റെ ഗൗരവം ചെറുതാക്കി കാണിക്കാനുമാണ് ശ്രമമുണ്ടായതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പക്ഷേ നിയമത്തിന്റെ ചക്രം മന്ദഗതിയിലായിരിക്കാം, എന്നാൽ നിശ്ചലമാകാറില്ല. ഇന്നലെ വരെ രാഷ്ട്രീയ വേദികളിൽ നടന്ന വാദപ്രതിവാദങ്ങൾ ഇന്ന് രേഖകളുടെയും സാക്ഷ്യങ്ങളുടെയും ഭാഷയിലേക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് ഈ കേസിനെ ചുറ്റിപ്പറ്റിയ ഓരോ നീക്കവും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നത്. ഇത് ഒരാളുടെ മാത്രം പരീക്ഷണമല്ല, അധികാരത്തിന്റെ വിശ്വാസ്യതയുടെ പരീക്ഷണമാണ്. ഭരണത്തിന്റെ ഉയർന്ന പീഠത്തിൽ ഇരിക്കുന്നവർക്ക് നിയമത്തിന്റെ നിഴൽ ഒരിക്കലും എത്തില്ല എന്ന ധാരണ ജനാധിപത്യത്തിന് അപകടകരമാണ്. അന്വേഷണം എവിടെ എത്തും, കോടതികൾ എന്ത് പറയുമെന്നത് ഭാവിയുടെ കാര്യമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ വിവാദം ഇനി വെറും രാഷ്ട്രീയ മുദ്രാവാക്യമല്ല. അത് ഉത്തരവാദിത്വത്തെക്കുറിച്ചും അധികാരത്തിന്റെ സുതാര്യതയെക്കുറിച്ചും ഉയരുന്ന ഒരു വലിയ പൊതു ചോദ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.